നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തേർഡ് സെമസ്റ്ററിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന വിഷയത്തിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഫസ്റ്റ് മൊഡ്യൂളിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു AC സർക്യൂട്ടിനകത്തേക്ക് വിവിധ തരം ലോഡുകൾ പ്ലേസ് ചെയ്യുമ്പോൾ സർക്യൂട്ടിനകത്തുണ്ടാവുന്ന വേരിയേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. പ്രധാനമായും സർക്യൂട്ടിനകത്ത് പ്ലേസ് ചെയ്യുന്ന ലോഡുകളാണ് റെസിസ്റ്റീവ് ലോഡ്, ഇൻഡക്റ്റീവ് ലോഡ് ആൻഡ് കപ്പാസിറ്റീവ് ലോഡ്. ഒരു റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കറണ്ടിൻ്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്ന മെറ്റീരിയൽസാണ് റെസിസ്റ്റീവ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളതാണ് റെസിസ്റ്ററിൻ്റെ ഫങ്ഷൻ. ദെൻ ഇൻഡക്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഒപ്പോസ് ചേഞ്ച് ഇൻ കറണ്ട് ആൻഡ് ഓൾസോ in the case of capacitors which oppose change in voltage. അപ്പോൾ ഇത്തരം ലോഡുകൾ ഒരു സർക്യൂട്ടിനകത്ത് പ്ലേസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു റെസിസ്റ്റീവ് സർക്യൂട്ട് നോക്കാം. AC കറണ്ട് ത്രൂ റെസിസ്റ്റൻസ്. സർക്യൂട്ടിനകത്ത് നമ്മളൊരു റെസിസ്റ്റൻസിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സപ്ലൈ വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നു. V = Vm sin ω t. അപ്പോൾ നമുക്കറിയാം ഒരു സർക്യൂട്ടിനകത്ത് റെസിസ്റ്റർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിനകത്തുണ്ടാവുന്ന കറണ്ടിൻ്റെ ഫ്ലോനെ ആ റെസിസ്റ്റൻസ് ഒപ്പോസ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രാഫിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും സെയിം ആണ്. രണ്ടും സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജും കറണ്ടും തമ്മിൽ അവിടെ വരുന്നില്ല, ഒരു ഫേസ് ഡിഫറൻസ് ഇല്ല. So phase angle between voltage and current is 0 and also the power factor is 0. പിന്നെ എന്താണ് അവിടെ ഔട്ട്പുട്ടിനകത്ത് സംഭവിക്കുന്നത്? എപ്പോഴും വോൾട്ടേജിനേക്കാൾ കുറവായിരിക്കും കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, അല്ലേ? റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കറണ്ടിൻ്റെ ഫ്ലോനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ആയിരിക്കും മുകളിലുണ്ടായിരിക്കുക, കറണ്ട് ആയിരിക്കും താഴെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഒരു AC സർക്യൂട്ടിനകത്ത് റെസിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ കേസ് നോക്കാം. ഒരു AC സർക്യൂട്ടിനകത്തൊരു ഇൻഡക്റ്റീവ് ലോഡ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു AC സർക്യൂട്ടിനകത്ത് നമ്മളൊരു ഇൻഡക്റ്റീവ് ലോഡ് വെക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു ഇൻഡക്റ്റീവ് ലോഡ് അല്ലെങ്കിൽ ഇൻഡക്ടർ എന്ത് ചെയ്യുന്നു? ഒപ്പോസ് ദ ചേഞ്ച് ഇൻ കറണ്ട് ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ്. കറണ്ട് ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന സമയത്ത് നോർമലി സർക്യൂട്ടിനകത്ത് സംഭവിക്കുക എന്തായിരിക്കും? വോൾട്ടേജ് അതിൻ്റെ ഇനീഷ്യൽ പോയിന്റ് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ കറണ്ട് ഇവിടെ എന്തായിരിക്കും? 90 ഡിഗ്രി ലാഗ് ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം വോൾട്ടേജ് കറണ്ടിനേക്കാളും ലീഡാണ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇൻ ഇൻഡക്റ്റീവ് സർക്യൂട്ട് വോൾട്ടേജ് ലീഡ് ബൈ കറണ്ട് ബൈ എൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. വോൾട്ടേജ് ആയിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുക, അതിനുശേഷം 90 ഡിഗ്രി വൈകിട്ടായിരിക്കും കറണ്ട് സ്റ്റാർട്ട് ചെയ്യുക. സോ വോൾട്ടേജ് ഈസ് ലീഡ് ബൈ എൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കറക്റ്റ് നമുക്ക് മനസ്സിലാവും ആൾറെഡി. പിന്നെ ഇൻഡക്ടർ എന്ന് പറയുന്നത് ഒരു ലോഡാണ്, അതുകൊണ്ട് തന്നെ ഒരു സർക്യൂട്ടിനകത്ത് നോക്കി കഴിഞ്ഞാൽ ആ ഒരു കറണ്ടിൻ്റെ ഗ്രാഫിൻ്റെ ഹൈറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, വോൾട്ടേജിൻ്റെ ഹൈറ്റ് ആയിരിക്കും കൂടുതലായിട്ടുണ്ടായിരിക്കുക. അതിന് പുറമെ വോൾട്ടേജ് ഇവിടെ എന്ത് ചെയ്യും? കറണ്ടിനെ ലീഡ് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക 90 ഡിഗ്രി. സോ ഒരു ഇൻഡക്റ്റീവ് ലോഡുള്ള സർക്യൂട്ടിനകത്ത് പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കൊരു കപ്പാസിറ്റീവ് ലോഡിൻ്റെ കേസ് നോക്കാം. കപ്പാസിറ്റീവ് ലോഡിൻ്റെ കേസിനകത്ത് സർക്യൂട്ടിനകത്ത് നമുക്ക് ഇൻഡക്റ്റീവ് ലോഡിനകത്ത് പറഞ്ഞ അതേപോലെ തന്നെ സർക്യൂട്ടിനകത്ത് നമ്മളൊരു കപ്പാസിറ്റീവ് ലോഡ് പ്ലേസ് ചെയ്യുന്നു. സപ്ലൈ വോൾട്ടേജ് V = Vm sin ω t അപ്ലൈ ചെയ്യുന്നു. അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമുക്കിവിടെ കപ്പാസിറ്റി എന്ന് പറയുന്ന ലോഡ് തന്നെയാണ്, അതുകൊണ്ട് തന്നെ എപ്പോഴും ഹൈറ്റ് നമ്മൾ നോക്കിയാൽ വോൾട്ടേജിൻ്റെ ഹൈറ്റ് കൂടുതലായിരിക്കും, കറണ്ട് ഹൈറ്റ് കുറവായിരിക്കും. ബട്ട് ഇൻ ദിസ് കേസ് കറണ്ട് ആയിരിക്കും ലീഡ് ചെയ്യുക. അതായത് ഒരു ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ നേരെ കുറച്ച് ഓപ്പോസിറ്റ് എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം കപ്പാസിറ്റീവ് സർക്യൂട്ടിൻ്റെ കേസ്. ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ കേസിനകത്ത് വോൾട്ടേജ് ആയിരുന്നു ലീഡ്, 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ കറണ്ട് ആയിരിക്കും 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇൻ വിച്ച് ദർ ഈസ് ആൻ ഒപ്പോസിഷൻ ഫോർ ചേഞ്ച് ഇൻ വോൾട്ടേജ് സോ ദാറ്റ് ദ കറണ്ട് ലീഡ് ബൈ വോൾട്ടേജ് ബൈ ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. കറണ്ട്
വോൾട്ടേജിനേക്കാൾ 90 ഡിഗ്രി ലീഡ് ചെയ്യുന്നു. അതാണ് ഒരു കപ്പാസിറ്റീവ് ലോഡിനകത്ത് സംഭവിക്കുന്നത്. ഇവിടെയും പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻഡക്റ്റീവ് ലോഡിനകത്ത് വോൾട്ടേജാണ് ലീഡ് ചെയ്യുന്നത്, ബട്ട് കപ്പാസിറ്റീവ് ലോഡിനകത്ത് കറണ്ട് ആയിരിക്കും ലീഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇത് നമുക്ക് ഒരു പവർ ജനറേഷൻ ഓഫ് 3 ഫേസ് സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. ഒരു സിംഗിൾ ഫേസ് സിസ്റ്റത്തിൻ്റെ പവർ ജനറേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സിംഗിൾ ലൂപ്പ് ജനറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ഒരു നോർത്ത് സൗത്ത് പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിലേക്ക് നമ്മളൊരു കോയിൽ പ്ലേസ് ചെയ്യുന്നു. ദെൻ ആ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അതിനകത്തൊരു ഇലക്ട്രിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒരു 3 ഫേസ് ആൾട്ടർനേറ്ററിൻ്റെ കേസ് നമുക്ക് നോക്കാം. ഇവിടെ ഐഡൻറ്റിക്കലായിട്ടുള്ള അതിൽ ഒരുപോലെയുള്ള 3 ബാറുകൾ അല്ലെങ്കിൽ 3 കോയിലുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ എ ബി സി എന്നിങ്ങനെ ഒരേപോലെയുള്ള 3 കോയിലുകൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നു. ഈ 3 കോയിലുകൾ നമ്മൾ നോർത്ത് പോളിനും സൗത്ത് പോളിനും ഇടയിലായിട്ട് പ്ലേസ് ചെയ്തിരുന്നു. ഓക്കെ, ദെൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് 120 ഡിഗ്രി വേരിയേഷനിലായിരിക്കും. ആംഗിൾ ബിറ്റ്വീൻ 3 കോയിൽ ഈസ് 120 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെ ഒരു 120 ഫേസ് ആംഗിളിൽ നമ്മൾ കോയിൽസിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനകത്ത് പ്ലേസ് ചെയ്യുകയും നമ്മളൊരു പ്രൈം മൂവർ ഉപയോഗിച്ച് ഇതിനകത്തേക്കൊരു മൂവ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് പ്രൈം മൂവർ ഉപയോഗിച്ച് നമ്മൾ ഇതിനകത്തേക്ക് മൂവ്മെൻറ്റ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും വിത്ത് ആൻ ആംഗുലാർ വെലോസിറ്റി ഇൻ ദ 2 പോൾസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ സംഭവിക്കുന്നത് എന്താണ്? പവർ ജനറേഷനാണ് സംഭവിക്കുന്നത്. കോയിൽ ഐഡൻറ്റിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെയിം ആംഗുലാർ വെലോസിറ്റിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആൾമോസ്റ്റ് സിമിലർ മാഗ്നറ്റ്യൂഡ് ആൻഡ് സിമിലർ ഫ്രീക്വൻസി ആയിരിക്കും ഉണ്ടാവുക. സോ ഒരു 3 ഫേസ് സിസ്റ്റത്തിനകത്ത് ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് EA = EM sin ωt. അപ്പോൾ സിംഗിൾ ഫേസിനകത്ത് പറഞ്ഞാൽ അതേപോലെ തന്നെയാണ് ഇവിടെയും വർക്കിംഗ് സംഭവിക്കുന്നത്. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് മാഗ്നറ്റിക് റേസ് പാസ് ചെയ്യുകയും ആ അതിനിടയിൽ ഉണ്ടാകുന്ന കോയിൽ എന്ത് ചെയ്യും? ആ മാഗ്നറ്റിക് ലൈൻസിനെ ഒപ്പോസ് ചെയ്യുകയും ഗ്രാജ്വലി ഈ കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ സമയത്ത് മാഗ്നറ്റിക് ലൈൻസിൻ്റെ ഫ്ലോ കൂടുകയും അതിൻ്റെ ഫലമായിട്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതാണ് നമുക്കിവിടെ ഈ സർക്യൂട്ടിനകത്ത് കാണുന്നത്. ആദ്യം നമ്മുടെ കോയിൽ വെർട്ടിക്കൽ പൊസിഷനിലാവുമ്പോൾ അവിടെ മാഗ്നറ്റിക് ലൈൻസിൻ്റെ റിലേറ്റീവ് മൂവ്മെൻറ്റ് കുറവായിരിക്കും, അത് 0 ആയിരിക്കും. ദെൻ ഗ്രാജ്വലി നമ്മുടെ കോയിൽ ഹൊറിസോണ്ടൽ പൊസിഷനിലേക്ക് വരുമ്പോൾ പതുക്കെ അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF കൂടി വരും. അങ്ങനെ പ്യുവർലി ഹൊറിസോണ്ടൽ പൊസിഷൻ എത്തുമ്പോൾ മാക്സിമം ആവും. ദെൻ നെക്സ്റ്റ് 180 ഡിഗ്രി റൊട്ടേഷൻ ആകുമ്പോഴേക്കും വീണ്ടും അത് എന്ത് ചെയ്യും? കുറഞ്ഞ് 0യിലേക്ക് എത്തും. അഗെയിൻ 180യിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ നെഗറ്റീവ് ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു 3 ഫേസ് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് 180 ഡിഗ്രിയിൽ ഫസ്റ്റ് 90 ഡിഗ്രി 0 to 90 ഡിഗ്രി റൊട്ടേഷനിൽ അതതിൻ്റെ മാക്സിമത്തിലേക്ക് എത്തുകയും അഗെയിൻ 90യിൽ അത് 0യിലേക്ക് എത്തുകയും അങ്ങനെ 180 കംപ്ലീറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് 180 എന്ത് ചെയ്യും? ഇതിൻ്റെ നെഗറ്റീവ് മാക്സിമത്തിലേക്ക് എത്തി 0യിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു 3 ഫേസ് സിസ്റ്റത്തിനകത്തുണ്ടാവുന്ന പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദെൻ ഒരു 3 ഫേസ് സിസ്റ്റവും ഒരു സിംഗിൾ ഫേസ് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഒരു സിംഗിൾ ഫേസ് സിസ്റ്റത്തിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും 2 വയേഴ്സാണ് ഉപയോഗിക്കാറുള്ളത്. നമുക്ക് അറിയാം, നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന പ്ലഗുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും സിംഗിൾ ഫേസ് സിസ്റ്റത്തിന് നമ്മൾ 2 പ്ലഗുകളായിരിക്കും ഉണ്ടാവുക. പക്ഷേ 3 ഫേസ് സിസ്റ്റത്തിനകത്ത് നമ്മൾ 3 വയർ സിസ്റ്റമായിരിക്കും ഉപയോഗിക്കുക. ദെൻ ഒരു സിംഗിൾ ഫേസിനകത്ത് ഒറ്റ ഫേസേ ഉണ്ടായിരിക്കുകയുള്ളൂ. 3 ഫേസ് ആകുമ്പോൾ അതിനകത്ത് 3 ഫേസുകൾ ഉണ്ടായിരിക്കും.
ദെൻ സിംഗിൾ ഫേസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്യാൻ ടേക്ക് ഓൺലി സിംഗിൾ ഫേസ് സപ്ലൈ. പക്ഷേ 3 ഫേസിനകത്താണെങ്കിൽ നമുക്ക് സിംഗിൾ ഫേസ് സപ്ലൈ എടുക്കാൻ പറ്റും, അതുപോലെ തന്നെ 3 ഫേസ് സപ്ലൈ എടുക്കാൻ പറ്റും. നമ്മൾ വീടുകളിലൊക്കെ നോർമലി നമ്മൾ സിംഗിൾ ഫേസ് സപ്ലൈ സിസ്റ്റമാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഒരു ഫാക്ടറികളിലും അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ചെന്ന് കഴിഞ്ഞ് നമ്മളവിടെ 3 ഫേസ് സിസ്റ്റം ഉപയോഗിക്കാറുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ലൈനിൽ കറണ്ട് ഇല്ലെങ്കിൽ മറ്റ് ലൈനിലെ പവർ സപ്ലൈ ഉപയോഗിച്ച് നമുക്ക് മെഷീനറീസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതിനും എഫക്റ്റീവായിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ് നടക്കുന്നതിനും വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിംഗിൾ ഫേസ് സിസ്റ്റം എന്ന് പറയുന്ന കമ്പാരിറ്റീവ്ലി നമുക്ക് ലെസ് പവർ കൺസപ്ഷൻ ആയിരിക്കും. പക്ഷേ 3 ഫേസിനകത്ത് മോർ പവർ കൺസപ്ഷൻ ഉണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സൊക്കെ ആയിരിക്കും മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ സിംഗിൾ ഫേസ് ആണെങ്കിൽ ഡൊമസ്റ്റിക്കൽ കസ്റ്റമേഴ്സാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഒരു ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംഗിൾ ഫേസ് സിസ്റ്റത്തിനകത്തായിരിക്കും ഇൻസ്റ്റാളേഷൻ കൂടുതലായിട്ടുണ്ടായിരിക്കുക. പക്ഷേ 3 ഫേസ് സിസ്റ്റത്തിനകത്ത് കമ്പാരിറ്റീവ്ലി ലോ കോസ്റ്റ് ഫോർ ഇൻസ്റ്റാളേഷനാണ്. ഇതാണ് പ്രധാനമായിട്ടും ഒരു സിംഗിൾ ഫേസ് സിസ്റ്റവും അതുപോലെ തന്നെ 3 ഫേസ് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഇനി ഒരു 3 ഫേസ് സിസ്റ്റത്തിനകത്ത് ഏതെല്ലാം രീതിയിലാണ് നമ്മൾ കണക്ഷൻസ് കൊടുക്കുന്നത് നോക്കാം. പ്രധാനമായിട്ടും 2 രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യാറുള്ളത്. ഒരു 3 ഫേസ് സിസ്റ്റത്തിനകത്ത് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് 2 രീതിയിലാണ്. ഒന്ന് സ്റ്റാർ കണക്ഷനും രണ്ടാമത് ഡെൽറ്റ കണക്ഷനും. അപ്പോൾ എന്താണ് സ്റ്റാർ കണക്ഷൻ, എന്താണ് ഡെൽറ്റ കണക്ഷൻ നമുക്ക് നോക്കാം. ഒരു സ്റ്റാർ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 3 ഫേസ് സിസ്റ്റത്തിനകത്ത് 3 ലൈൻസ് ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 ലൈൻസ് നമ്മളൊരു സ്റ്റാർ ഷേപ്പിലായിട്ട് കണക്ഷൻ കൊടുക്കുന്നു. നമുക്ക് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നത് എന്നുള്ളത്. സ്റ്റാർ കണക്ഷനകത്ത് സിമിലർ എൻഡ്സ് ഓഫ് 3 ഫേസസ് ആർ കണക്റ്റഡ് ടുഗദർ ടു ഫോം എ കോമൺ പോയിൻറ്റ് എൻ ദാറ്റ് ഈസ് ന്യൂട്രൽ. അതായത് ഇപ്പോൾ ബി എന്ന് പറയുന്ന വയറിൻ്റെ ഒരു എൻഡ്, ആർ എന്ന് പറയുന്ന എൻഡ്, വൈ എന്ന് പറയുന്ന എൻഡ്, ഈ 3 എൻഡ് കൂടി ഒരൊറ്റ കോമൺ പോയിന്റിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുന്നു. അതാണ് നമ്മുടെ ന്യൂട്രൽ എന്ന് പറയുന്നത്. ദെൻ ബാക്കി ഉണ്ടാവുന്ന അതർ എൻഡ്സ്, ബിയുടെ അതർ എൻഡ്, സിമിലർലി ആറിൻ്റെ അതർ എൻഡ്, വൈൻ്റെ അനദർ എൻഡ്, ഇവ നമ്മൾ സപ്ലൈ വോൾട്ടേജിലേക്കകത്ത് വരുന്നു. സോ വോൾട്ടേജ് ബിറ്റ്വീൻ എനി ലൈൻ ആൻഡ് ന്യൂട്രൽ ഈസ് കാൾഡ് ഫേസ് വോൾട്ടേജ്. അതായത് ന്യൂട്രലിൽ നിന്ന് വരുന്ന ഒരു ലൈനും അതുപോലെ തന്നെ ഫേസ് വോൾട്ടേജും അല്ലെങ്കിൽ ലൈനിലുണ്ടാവുന്ന വോൾട്ടേജും, ഇതിനെ നമ്മൾ ഫേസ് വോൾട്ടേജ് എന്ന് പറയാം. അതായത് വോൾട്ടേജ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് ന്യൂട്രൽ, അതിനെ നമ്മൾ ഫേസ് വോൾട്ടേജ് എന്ന് പറയും. സിമിലർലി വോൾട്ടേജ് ബിറ്റ്വീൻ 2 ലൈൻസ് ഈസ് കാൾഡ് ലൈൻ വോൾട്ടേജ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ലൈന്, ഇതൊരു ലൈനാണ് ഇതൊരു ലൈനാണ്, ഇതിന് രണ്ടിനും ഇടയിലുണ്ടാകുന്ന വോൾട്ടേജിനെ നമ്മൾ YB ലൈൻ വോൾട്ടേജ്. സിമിലർലി ഇതൊരു ലൈനാണ് ഇതൊരു ലൈനാണ്, ഇതിൻ്റെ ഇടയിൽ ലൈൻ വോൾട്ടേജ് ഉണ്ടാവും. ഇതൊരു ലൈനാണ് ഇതൊരു ലൈനാണ്, ഇതിൻ്റെ ഇടയിലും ഒരു ലൈൻ വോൾട്ടേജ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ ലൈനിൻ്റെ ഇടയിലുണ്ടാവുന്ന വോൾട്ടേജിനെ നമ്മൾ ലൈൻ വോൾട്ടേജ് എന്നും ലൈനിൻ്റെയും ന്യൂട്രലിൻ്റെയും ഇടയിലുണ്ടാവുന്ന വോൾട്ടേജിനെ നമ്മൾ ഫേസ് വോൾട്ടേജ് എന്നാണ് പറയുന്നത്. സോ സ്റ്റാർ കണക്ഷനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു 1/√3 ഇൻറ്റു ഫേസ് വോൾട്ടേജ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ഒരു സ്റ്റാർ കണക്ഷനകത്ത് ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു 1/√3 ഇൻറ്റു ഫേസ് വോൾട്ടേജ്. ആൻഡ് ആൾസോ ലൈൻ കറണ്ട് ഈക്വൽ ടു ഫേസ് കറണ്ട്. ലൈൻ കറണ്ട് ഈക്വൽ ടു ഫേസ് കറണ്ട്. ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു 1/√3 ഫേസ് വോൾട്ടേജ്. ഇനി ഒരു ഡെൽറ്റ കണക്ഷൻ നോക്കാം. ഡെൽറ്റ കണക്ഷൻ എങ്ങനെയാണ്? ഡെൽറ്റ എന്ന് പറയുന്നത് ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും അവിടെ നമ്മൾ 3 ലൈൻസിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഡെൽറ്റ കണക്ഷനകത്ത് ഡിസിമിലർ എൻഡ്സ് ആർ കണക്റ്റഡ് ടുഗദർ. അതായത് ഇവിടെ ഒരു 3 ലൈൻസ് എടുത്താൽ ഇവിടെ B1 B2 നോക്കാം. ഓരോ ലൈൻസിൻ്റെ കേസിനകത്ത് ഇവിടെ B1 B2 R1 R2 B1 B2 Y1 Y2 ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡിസിമിലർ എൻഡ്, അതായത് Y1ഉം അതുപോലെ തന്നെ R2ഉം ദെൻ Y2ഉം B1ഉം അങ്ങനെ ഡിസിമിലർ ആയിട്ടുള്ള എൻഡ്സാണ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഡിസിമിലർ ആയിട്ട് എൻഡ് പോയിൻറ്റ്സുകൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഡെൽറ്റ കണക്ഷൻ കിട്ടും. ഈ ഡെൽറ്റ കണക്ഷനാണ് നമ്മൾ പിന്നെ ഔട്ട്പുട്ടിലേക്ക് വരുന്നത്.
സോ ഇവിടെ വോൾട്ടേജ് സെയിം ആയിരിക്കും. ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ആയിരിക്കും. സ്റ്റാർ കണക്ഷനകത്ത് ലൈൻ കറണ്ട് ഈക്വൽ ടു ഫേസ് കറണ്ട് ആയിരുന്നു. ദെൻ ഇവിടെ ഡെൽറ്റ കണക്ഷനകത്ത് ലൈൻ കറണ്ട് ഈക്വൽ ടു √3 ഫേസ് കറണ്ട് ആയിരിക്കും. ഓക്കെ, പ്രത്യേകം നോട്ട് ചെയ്യുക. ഡെൽറ്റ കണക്ഷനകത്ത് ഫേസ് വോൾട്ടേജ് ഈക്വൽ ടു ലൈൻ വോൾട്ടേജ്, ലൈൻ കറണ്ട് ഈക്വൽ ടു √3 ഫേസ് കറണ്ട്. സ്റ്റാർ കണക്ഷൻ ആവുന്ന സമയത്ത് ലൈൻ കറണ്ട് ഈക്വൽ ടു ഫേസ് കറണ്ട്, ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു 1/√3 ഫേസ് വോൾട്ടേജ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിനകത്ത് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് DC ജനറേറ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.